1 മണിക്കൂർ പൊതുദർശനത്തിന് ശേഷം വീടിനോട് ചേർന്ന് സംസ്കാരം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ആ രീതിയിൽ തന്നെയുള്ള ക്രമീകരണങ്ങളാണ് നടക്കുക എന്ന് മനസ്സിലാക്കുന്നു. മൃതദേഹം അർജുൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആയിരങ്ങളാണ് അവസാനമായി ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് എത്തിയത്. ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് അർജുനെ നേരിട്ടറിയില്ല. എന്നിരുന്നാൽ കൂടി ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് അവൻ എത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിവിധ നാടുകളിൽ നിന്നെത്തി അവനെ ഒരു നോക്ക് കാണാനായി വഴിയോരങ്ങളിലും അതുപോലെ തന്നെ വീട്ടിലേക്കും ഒഴുകിയെത്തിയ ആളുകളുടെ ആ ഒരു മനസ്സിൽ നിന്ന് അർജുൻ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ്. ജോഷില, ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ 1 മണിക്കൂർ എന്നുള്ളത്. അത് കൂടാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ടോ? ആര്യ, ഒരുപക്ഷെ അത് കൂടാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കണ്ടേ തീരൂ. കാരണം മൃതദേഹം ഒരു നോക്ക് കാണാനായി എത്തിച്ചേരുന്നവരാണ്. ആ രീതിയിൽ അവരോട് ഇനി കാണേണ്ടതില്ല എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അധികൃതരുടെ തീരുമാനം 1 മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹം സംസ്കരിക്കണം എന്നുള്ളതാണ്. 1 മണിക്കൂർ പൊതുദർശനത്തിന് വെക്കും. ആ സമയത്ത് ഏറ്റവും പെട്ടെന്ന് കാണേണ്ടവർക്കെല്ലാം കാണാം. അതിനുശേഷം വേഗം തന്നെ സംസ്കരിക്കും എന്നുള്ളതാണ്. പുതുതായി എത്തിച്ചേരുന്നവരെയൊന്നും തന്നെ അത്തരത്തിൽ ഒരു മൃതദേഹം കാണാനുള്ള രീതിയിലേക്ക് കൊണ്ടുപോകില്ല. കാരണം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 75 ദിവസങ്ങളായി. ഈ കഴിഞ്ഞ ജൂലൈ 16-നാണ് സംഭവം നടന്നിട്ടുള്ളത്. അതിനുശേഷം ഉള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 75 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടേക്ക് അർജുൻ്റെ മൃതദേഹം തിരിച്ചെത്തുന്നത്. അത്രയേറെ സമയം ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് ഓരോരുത്തർക്കും ഇത് കാണണമെങ്കിൽ ഇന്ന് ഒരു ദിവസത്തിലധികം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയേറെ ജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കണ്ണാടിക്കലിലെ ആളുകൾ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ കാണാനുള്ള അവസരം ഒരുക്കേണ്ടതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി പുതുതായി വരുന്നവരെ അത് കാണിക്കാൻ സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് മൃതദേഹത്തിൻ്റെ സംസ്കാരം നടത്തണം എന്നുള്ളത് തന്നെയാണ്. ഉച്ചയ്ക്ക് മുൻപായി എന്തായാലും സംസ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അധികൃതർ. മാത്രമല്ല, ഇവിടേക്ക് വരുന്ന ജനങ്ങളെ അടക്കം പോലീസ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു വലിയൊരു സ്ഥലം ഇവിടെ ഇല്ല എന്നുള്ളത്. സ്ഥലപരിമിതി ഈ വീടിനുള്ളിൽ തന്നെയുണ്ട്. ഈ വീടിൻ്റെ പരിസരത്തിലും അത്രയേറെ സ്ഥലം, ഇത്രയേറെ ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്ഥലം ഇല്ല എന്നുള്ളതാണ്. വഴി നീളെ നമുക്ക് നേരത്തെ തന്നെ വിലാപയാത്രയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. വഴി നീളെ ഇരുവശത്തുമായി ജനങ്ങൾ തിങ്ങിക്കൂടി നിന്നിരുന്നു എന്നുള്ളതാണ്. കണ്ണാടിക്കൽ ടൗണിലെത്തിയപ്പോൾ തന്നെ മൃതദേഹം കാണാനായി ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ സമയം ഇവിടേക്ക് എത്തിച്ചേരാൻ എടുത്തത് എന്നുള്ളതാണ്. എന്തായാലും മൃതദേഹം ഇപ്പോൾ വീടിനുള്ളിലാണുള്ളത്. അവരുടെ പൊന്നോമന പുത്രനാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 75 ദിവസമായുള്ള കാത്തിരിപ്പാണ്. ആ ഒരു മകൻ അവൻ എടുത്തതാണ് ഈ വീട്. ചെറിയ വീട്ടിൽ വെള്ളം കയറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുതിയ വീടെടുക്കാം അച്ഛ എന്ന് പറഞ്ഞ ഒരു മകനെക്കുറിച്ച് അർജുൻ്റെ അച്ഛൻ കാണാതായതിൻ്റെ അടുത്ത ദിവസം ഞങ്ങളോട് സംസാരിച്ചിരുന്നു. എപ്പോഴെങ്കിലും മകൻ തിരിച്ചെത്തുമോ എന്നുള്ള അർജുൻ്റെ അച്ഛൻ്റെ ചോദ്യത്തിന് അന്ന് പോലും ഞങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിച്ചിരുന്നില്ല. എപ്പോഴെങ്കിലും തിരിച്ചെത്തും, ഒരു മിറാക്കിൾ സംഭവിച്ചാലോ എന്ന് ആശ്വസിപ്പിക്കാൻ മാത്രമേ അന്ന് സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ആ അച്ഛനെ പോലും ഇനി നമുക്ക് മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയേറെ സങ്കടത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ആ അച്ഛനടക്കമുണ്ടായിരുന്നത്. 3 ദിവസമായി കിടപ്പിലായിരുന്നു. ആരെയും അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതിനു മുൻപേ അത്രയേറെ മനോധൈര്യത്തോടു കൂടി പിടിച്ചു നിന്ന അച്ഛനാണ്. ആ ഒരു സംഭവം നടന്ന അടുത്ത ദിവസം തന്നെയാണ് അച്ഛൻ തന്നെയാണ് ഞങ്ങളോട് ആ കഥ പറഞ്ഞത്. ആ ഒരു ചെറിയ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് മാറേണ്ടതുണ്ട് എന്ന് വെറും 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു വീടിനെ കുറിച്ചുള്ള സ്വപ്നം കാണുക എന്നുള്ളത്. പക്ഷേ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്തത് ആ മകൻ തന്നെയാണ്. എല്ലാ ജോലികളും ചെയ്ത് അധ്വാനിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു വീട് പണിതുയർത്തി പിന്നീട് സഹോദരിയുടെ കല്യാണമടക്കം നടത്തി. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ സാധിപ്പിച്ചു കൊടുത്ത മകൻ പോയത് ഇളയ സഹോദരിയുടെ എൻഗേജ്മെൻറ്റിന് മുൻപായി താൻ എത്തുമെന്നും ഞാൻ വന്നതിന് ശേഷം പെയിൻ്റ് അടിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. ആ മകനാണ് ഇന്ന് 75 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നത്. ആ 75 ദിവസങ്ങൾക്ക് ശേഷം ചേതനയേറ്റ ശരീരമായാണ് മകൻ തിരിച്ചെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്.
എന്തായാലും ആ ഒരു സങ്കടം എങ്ങനെ താങ്ങുമെന്ന് അറിയില്ല. ഞങ്ങൾക്കാരും അകത്തേക്ക് കയറി ചെന്നിട്ടില്ല. അത് അവരുടെ സ്വകാര്യതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കരയാനെങ്കിലുമുള്ള ഒരു സ്വാതന്ത്ര്യം കുടുംബത്തിന് വിട്ടു നൽകിക്കൊണ്ടാണ് എല്ലാവരും പുറത്ത് കാത്തു നിൽക്കുന്നത്. അവർ കുറച്ച് സമയമായി, ഇപ്പം ഏകദേശം 10-15 മിനിറ്റോളം ആയി മൃതദേഹം അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവർ ഓരോരുത്തരായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം കഴിഞ്ഞ 75 ദിവസമായി പോയ വീടിൻ്റെ വിളക്ക് അത് തിരിച്ചു വന്നിരിക്കുന്നു. അത് കെട്ടുപോയി എന്നുള്ള രീതിയിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അവരെങ്ങനെ ഇതിനെ താങ്ങും എന്ന് കേരളത്തിന് പോലും അറിയില്ല. കേരളം അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 75 ദിവസങ്ങളായി. എന്തായാലും കേരളം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ദിവസങ്ങൾ, അർജുൻ എന്തെങ്കിലും ജീവനോടെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ അത് മുഴുവനായി കെട്ടുപോയത് കഴിഞ്ഞ 25-ാം തീയതിയാണ്. അതിനുശേഷം കുടുംബം കുറച്ചുകൂടി പക്വതയോടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അധികൃതരുടെ ആവശ്യം DNA ടെസ്റ്റ് നടത്തണോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി DNA ടെസ്റ്റ് നടത്തിയതിന് ശേഷം കൊണ്ടുവരാം, പിന്നീടൊരു പ്രശ്നമുണ്ടാകാൻ പാടില്ല എന്ന് പക്വതയോടെ പറഞ്ഞ കുടുംബമാണ്. അത്രയേറെ മനസാന്നിധ്യത്തിൽ നിന്ന കുടുംബമാണ് ഇന്ന് മകൻ്റെ മൃതദേഹം, ചേതനേറ്റ മൃതദേഹത്തെ അഭിമുഖീകരിക്കുന്നത്. അവരുടെ ദുഃഖം അണപൊട്ടി ഒഴുകുന്ന നിമിഷങ്ങളാണ്. ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായ നിമിഷങ്ങൾ എന്ന് വേണം പറയാൻ. വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുവരാൻ തന്നെ, അർജുൻ്റെ മൃതദേഹം കൊണ്ടുതരാൻ തന്നെ ഏറെ പണിപ്പെടേണ്ടി വന്നു. കാരണം അത്തരത്തിൽ ഒരു ജനപ്രവാഹമായിരുന്നു ഇങ്ങോട്ടേക്കുണ്ടായിരുന്നത്. കണ്ണാടിക്കലിൽ ടൗണിലെത്തിയപ്പോൾ തന്നെ ആയിരങ്ങളാണ് മൃതദേഹം ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി എത്തിച്ചേർന്നത്. അവിടെ നിന്നിങ്ങോട്ടുള്ള വഴികളിൽ ഈ ജനാവലി ഒന്നാകെ ഈ മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ ജനാവലി ഒന്നാകെ ഈ വീടിൻ്റെ പരിസരങ്ങളിൽ തന്നെ നിൽക്കുകയാണ്. വീണ്ടും ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. എന്തായാലും അത്തരത്തിൽ ഒരു നിമിഷങ്ങളുടെ ഏറ്റവും അവസാന ഭാഗം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അർജുൻ്റെ മൃതദേഹം വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും. അത് നാട്ടുകാർക്കും അടുത്ത സുഹൃത്തുക്കൾക്കുമെല്ലാം ഇനി ഒരു നോക്ക് കാണാം. അതിനുശേഷം 1 മണിക്കൂറാണ് ഇത്തരത്തിൽ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. 1 മണിക്കൂറിന് ശേഷം സംസ്കാര ചടങ്ങുകൾ കൃത്യമായി നടത്തണം എന്നുള്ളത് തന്നെയാണ് അധികൃതരുടെ തീരുമാനം. ഒരുപക്ഷെ ഇത്രയേറെ ജനങ്ങൾ കാത്തിരിക്കുന്നത് കൊണ്ട് അത് ആ സമയത്ത് തന്നെ നടത്താൻ പറ്റുമോ എന്നറിയില്ല. കാരണം മൃതദേഹം കാണാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കുന്ന ഒരു രീതിയിലല്ല ഇപ്പോൾ നിമിഷങ്ങളുള്ളത്. എന്നാൽ പോലും സ്വയം സംയമനം പാലിച്ച് ആളുകൾ ഈ ഒരു നിമിഷങ്ങൾ തിരിച്ചറിഞ്ഞ് പിന്നോട്ട് പോവുകയാണെങ്കിൽ, കാണണ്ട എന്നുള്ള രീതിയിൽ സ്വയം തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഗുണകരമായേക്കാം. 1 മണിക്കൂറിനുള്ളിൽ തന്നെ കുടുംബവും വീട്ടുകാരും തീരുമാനിച്ചതുപോലെ തന്നെ, വീട്ടുകാരും നാട്ടുകാരും അധികൃതരും തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് തന്നെ മൃതശരീരം സംസ്കരിക്കണം, അർജുൻ്റെ മൃതശരീരം സംസ്കരിക്കണം എന്നുള്ളതാണ്. അർജുന് അത്രയേറെ നിർഭരമായ അന്ത്യയാത്രയാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ നൽകിയിരിക്കുന്നത്. ഏറ്റവും വികാരനിർഭരമായ അന്ത്യാഞ്ജലി എന്ന് പറയുന്നത് ലോറി ഉടമകളും ലോറി ഡ്രൈവർമാരും ഒക്കെ തന്നെ കണ്ണാടിക്കലിലേക്കുള്ള ആ അന്ത്യയാത്രയിൽ അർജുനോടൊപ്പം ചേർന്നു എന്നുള്ളതാണ്. കണ്ണാടിക്കലിൽ അർജുൻ്റെ നാട്ടുകാരും DYFI പ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം തന്നെ നാടിൻ്റെ ആ പ്രിയപുത്രൻ്റെ പിന്നിൽ അണിനിരന്നു എന്നുള്ളതാണ്. വീട് വരെ അനുഗമിച്ചു എന്നുള്ളതാണ് ആ മൃതശരീരത്തെ. എന്തായാലും ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന നിമിഷങ്ങൾ അത് കഴിഞ്ഞു പോയിരിക്കുന്നു. അവസാനം അർജുൻ്റെ മൃതദേഹം, ചേതനയേറ്റ ശരീരം ഇവിടേക്ക് വന്നിരിക്കുന്നു. വീട്ടിലേക്ക് 75 ദിവസത്തിന് ശേഷം കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശരീരം വീട്ടിൽ നിന്നും പുറത്തേക്കെടുക്കുകയാണ്. മൃതശരീരം വീട്ടിൽ നിന്നും പുറത്തേക്കെടുക്കുകയാണ്. മൃതശരീരം വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാവരെയും നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്ന ഒരു സമയം എന്ന് വേണം പറയാൻ. അത്രയേറെ ജനത്തിരക്കാണ്. ജനങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സമയത്തിന് ഈ കാര്യങ്ങളൊന്നും ചടങ്ങുകളൊന്നും നടത്താൻ സാധിക്കുകയില്ല. വീട്ടിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഇപ്പോഴും അർജുൻ്റെ കുടുംബം ഏറെ സംയമനത്തോടു കൂടി തന്നെയാണ് ഈ വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നുപോയത് എന്നുള്ളതാണ്. ജൂലൈ 8-ാം തീയതി ഇവിടെ നിന്നും യാത്ര പറഞ്ഞ മകൻ ഏകദേശം 2.5 മാസത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുന്നു ചേതനേറ്റ ശരീരമായി. അതവർ താങ്ങുന്ന ഒരു സമയം അത് കടന്നുപോയിരിക്കുന്നു.